സംസ്ഥാനത്തെ ഞെട്ടിപ്പിച്ച് കൊലപാതക പരമ്പര തുടരുകയാണ്. 2025 വർഷം തുടങ്ങിയിട്ട് വെറും 4 മാസം മാത്രം ആകുന്നതേയുള്ളൂ. ഈ കുറഞ്ഞ 4 മാസം കൊണ്ട് കേരളത്തെ ഞെട്ടിച്ച നിരവധി കൊലപാതക പരമ്പരകളാണ് കേസുകളായി ഇപ്പോൾ കടന്നുപോകുന്നത്. ലഹരിയുടെ പുറത്തും പകമൂലവും വ്യക്തമായ കാരണമില്ലാതെയും ഒരുപാട് കേസുകൾ, അതും നീചവും ക്രൂരവുമായ കൊലപാതകങ്ങൾ. സ്വന്തം ചോരയെന്നോ സ്വന്തമെന്നോ ബന്ധമെന്നോ പോലും നോക്കാതെയുള്ള കൊലപാതകങ്ങൾ. സിനിമാ കഥയെ പോലും വെല്ലുന്ന, മനുഷ്യ മനസാക്ഷിയെ വരെ ഞെട്ടിക്കുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ മനുഷ്യന് പോലും ചിന്തിക്കാൻ പോലും കഴിയുന്നതിലും അപ്പുറമുള്ള കൊലപാതക പരമ്പരകൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇങ്ങനെയാണ് നടക്കുന്നത്. കോഴിക്കോട് സ്വന്തം അമ്മയെ മകൻ കൊലപ്പെടുത്തി. നെന്മാറ ഇരട്ടക്കൊലപാതകം, ചേതമംഗലം കൂട്ടക്കൊലപാതകം, ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതകം, വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊല, ഒടുവിലിത കോട്ടയത്തെ ഇരട്ടക്കൊലപാതകം. കേരളക്കരയാകെ നടുക്കി ഇരട്ടക്കൊലപാതകം നടന്നിരിക്കുന്നത് കോട്ടയം തിരുവാതുക്കലാണ്. ദമ്പതിമാരെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത്. കോട്ടയത്തെ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിന്റെ ഉടമയാണ് കൊല്ലപ്പെട്ട വിജയകുമാർ. രാവിലെ വീട്ടിലെത്തിയ ജോലിക്കാരിയാണ് വിജയകുമാറിനെയും മീരയെയും ചോര വാർന്ന് മരിച്ച നിലയിൽ കണ്ടത്. അതും 2 മുറികളിലായാണ് കണ്ടത്. അതായത് വിജയകുമാറിനെ വീട്ടിലെ ഹാളിലും മീരയുടെ മൃതദേഹം അകത്തെ മുറിയിലുമാണ് കണ്ടെത്തിയത്. ഇരുവരുടെയും മുഖത്തും തലയിലും ആഴത്തിലുള്ള മുറിവുകളുണ്ട്. കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്നും കോടാലി കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, വീടിന് സമീപത്തെ ഗേറ്റിനടുത്ത് നിന്ന് അമ്മിക്കല്ലും കണ്ടെത്തി. അത്ര വലിയ വീട്ടിലെയും സമീപത്തെയും CCTV ഫുട്ടേജുകൾ പോലീസ് പരിശോധിച്ചു. പക്ഷേ ഹാർഡ് ഡിസ്കുകൾ പലതും കാണാനില്ല. തീർത്തും ഈ നടന്നിരിക്കുന്ന സംഭവം ആസൂത്രിതമാണെന്നാണ് പോലീസ് നിഗമനം. മാത്രമല്ല, വീട്ടിൽ മോഷണശ്രമം നടന്നിട്ടില്ലെന്നും പോലീസ് പറയുന്നുണ്ട്. പ്രതി വീടിനുള്ളിൽ പ്രവേശിച്ചത് പിന്നിലെ വാതിൽ തുറന്നാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. വിജയകുമാറിനെയാണ് കോടാലി ഉപയോഗിച്ച് ആദ്യം പ്രതി വെട്ടിയത്. തുടർന്ന് വിജയകുമാറിന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ മീരയെ കൊലപ്പെടുത്തി. ഇരുവരെയും അതിക്രൂരമായി ആക്രമിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നതെന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട്. കോട്ടയത്ത് നടന്ന ഈ കൊലപാതകം വഴിതെളിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ചർച്ചയാകുന്നത്, വിജയകുമാറിന്റെയും മീരയുടെയും മകൻ ഗൗതമിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ്. ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഈ ദുരൂഹത തുടരുകയാണ്. 2017 ഗൗതമിന്റെ ദുരൂഹ മരണം. 2017 ജൂൺ 2 ഗൗതം വീട്ടിൽ നിന്നും അവസാനമായി യാത്ര പറഞ്ഞത്. KL5 AP 6465 എന്ന മാരുതി സുസുക്കി ബെൻസ് കാറിലാണ് യാത്ര. അതും പുളിമൂട്ടിൽ ജംഗ്ഷനുള്ള പ്രശോഭ് എന്ന ആളെ കാണാനായിരുന്നു ഗൗതം അന്ന് പോയത്. യാത്രക്കിടയിൽ അമ്മ മീരയെ ഫോണിൽ വിളിച്ച 8 മണി കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന് അറിയിച്ചു. എന്നാൽ അവൻ മടങ്ങിയെത്തിയില്ല. വിജയകുമാറും മീരയും അടുത്ത ദിവസം പുലർച്ചെ വരെ കാത്തിരുന്നു. പിന്നീട് പോലീസിൽ വിജയകുമാർ പരാതിയും നൽകി. പോലീസ് അന്വേഷണത്തിൽ 8 മണിയോടെ തന്റെ കടയിൽ നിന്നും ഗൗതം മടങ്ങിയെന്ന് പ്രശോഭ് മൊഴി നൽകി. അടുത്ത ദിവസം തന്നെ ഗൗതമിന്റെ മൃതദേഹം കണ്ടെത്തി. ഗൗതമിന്റെ ദേഹത്ത് വലിയ മുറിവുകളെന്ന് കണ്ടെത്തിയിരുന്നു. ഈ മുറിവുകളാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം വന്നു. ബോക്സ് കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ചുണ്ടാക്കിയ തരത്തിലായിരുന്നു മുറിവുകൾ കണ്ടത്. ഗൗതം യാത്ര ചെയ്ത കാറിനുള്ളിൽ നിറയെ രക്തവും ഉണ്ടായിരുന്നു. പക്ഷേ ആ കുടുംബത്തെ ഞെട്ടിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പിന്നീട് വന്നത്. അതായത് പോലീസ് കണ്ടെത്തലിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഗൗതമിന് ഒരു അസുഖമുണ്ടായിരുന്നു. അതിന്റെ മാനസിക വിഷമത്തിൽ ജീവനൊടുക്കിയതാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. പക്ഷേ വിജയകുമാറും മീരയും തന്റെ മകനെ ചിലർ കൊന്നതാണെന്ന് ഉറച്ചു വിശ്വസിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ നിയമപോരാട്ടം നടത്തിയത്. അതിൽ CBI അന്വേഷണം എത്തി. പക്ഷേ ആ അന്വേഷണം എവിടെയെങ്കിലും എത്തും മുമ്പേ ആ അച്ഛനും അമ്മയും ലോകത്തോട് വിട പറഞ്ഞു. എന്നാൽ മകൻ ഗൗതമിന്റെ മരണവുമായി വിജയകുമാറിന്റെയും മീരയുടെയും കൊലപാതകത്തിന് ബന്ധമുള്ളതായി പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. ഇതോടെയാണ് ഗൗതമിന്റെ മരണം കൊലപാതകമാണോ എന്ന സംശയം നാട്ടുകാർക്കിടയിലും ചോദ്യമായി ബാക്കിയാകുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.